based on administration. Administrationൻ്റെ ബേസിലുള്ള നെറ്റ്വർക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് the area covered by ഏരിയ, എത്ര ഏരിയയിലാണ് അതിൻ്റെ ഒരു ലെങ്തിയുടെ ബേസിലായിരുന്നു. ഇന്ന് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് അതിൻ്റെ ടൈപ്സ് പഠിക്കുന്നത്. തരത്തിലുള്ള ടൈപ്സ് ഉള്ളൂ. ഒന്ന് P2P ആൻഡ് ക്ലയൻറ്റ് ആൻഡ് സെർവർ. അത് നമ്മൾ പിയർ ടു പിയർ നെറ്റ്വർക്ക് അഥവാ P2P നെറ്റ്വർക്ക് എന്താ നോക്കാം. in a P2P network the peers are computers. അപ്പോൾ P2P P means peer എന്ന് പറഞ്ഞത് ഒരു കമ്പ്യൂട്ടറാണ്. The peers are computer system which are connected to each other via internet. The files can be shared directly between the system on the network without the need of a central server. ഒരു സെൻട്രൽ സെർവർ ഇല്ലാതെ ഒരു വീട്, ഇതൊക്കെ ഹോം പർപ്പസിലാണ്. ഒരു ഹോമിൽ 4-5 കമ്പ്യൂട്ടർ പരസ്പരം എന്ത് ചെയ്യുന്നു, കേബിൾ മുഖേന കണക്റ്റഡ് ആക്കുന്നു. എന്നിട്ട് അത് P2P ചെയ്യുമ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട്. ഈ സോഫ്റ്റ്വെയർ എല്ലാ കമ്പ്യൂട്ടറിലും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് കമ്പ്യൂട്ടറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള നെറ്റ്വർക്കിനെയാണ് P2P എന്ന് പറയുന്നത്. നോക്കാം, ഈച്ച് കമ്പ്യൂട്ടർ ഓൺ P2P നെറ്റ്വർക്ക് ബിക്കംസ് എ ഫയൽ സെർവർ ആസ് വെൽ ആസ് എ ക്ലയൻറ്റ്. ഒരേ ടൈമിൽ തന്നെ ഓരോ കമ്പ്യൂട്ടറും സെർവറും ആകുന്നു, ക്ലയൻറ്റും ആകുന്നു. അപ്പോൾ എന്താണ് സെർവറും ക്ലയൻറ്റും എന്നുള്ളത് നമുക്ക് സെർവർ ക്ലയൻറ്റ് നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. എന്നാൽ ഞാൻ ഇവിടെ പറഞ്ഞു തരാം. അതായത് ഒരു മെയിൻ കമ്പ്യൂട്ടർ, ആ മെയിൻ കമ്പ്യൂട്ടറിന് സെൻട്രൽ ഒരു ഹബ്ബ്, ഈ ഹബ്ബിൽ നിന്ന് ഒരു 10-12 കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ട് ഈ ഹബ്ബ് നേരിട്ട് മെയിൻ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യുക. അപ്പോൾ ആ മെയിൻ കമ്പ്യൂട്ടറിലെ ഡാറ്റാസ് ആക്സസ് ചെയ്യുക, അതുപോലെ തന്നെ അവിടെ സേവ് ചെയ്യുക എന്നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലുള്ള ആ ലൈനിലുള്ള ഓരോ കമ്പ്യൂട്ടറിനെ ക്ലയൻറ്റ് എന്നും വിളിക്കുന്നു. മെയിൻ ഡാറ്റ സ്റ്റോർ ചെയ്തതിനെ സെർവർ എന്നും വിളിക്കുന്നു. ഇവിടെ ആ ഒരു മെയിൻ സെർവർ ഉണ്ടായില്ല, ഒറ്റ ലൈൻ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ പരസ്പരം കണക്റ്റഡ് ആയിട്ടുണ്ടാവും. The only requirement for a computer to join P2P network are an internet connection and P2P software. അതിനാണ് കസ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഒരു 5 കമ്പ്യൂട്ടർ അടുപ്പിച്ച് കണക്ട് ചെയ്യുന്നു നെറ്റിൻ്റെ സഹായത്തോടെ ഒരു കസ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്. അതൊരു P2P സോഫ്റ്റ്വെയർ ആണ്. ഇനി 5 കമ്പ്യൂട്ടറിനും ഏത് കമ്പ്യൂട്ടറിനും ഡാറ്റ എടുക്കുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യാം. Okay, once connected to the network, P2P software allow you to search files on others people's computer and vice versa. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കമ്പ്യൂട്ടറുകൾ സെർച്ച് ചെയ്യുക. അവിടെ ഒരു ക്ലയൻറ്റോ അല്ലെങ്കിൽ ഒരു സെർവറോ ഉണ്ടല്ല, ഒരു മെയിൻ കമ്പ്യൂട്ടറോ സബ് കമ്പ്യൂട്ടറോ ഉണ്ടാവില്ല. ഈ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുക ഒരൊറ്റ കമ്പ്യൂട്ടർ ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ചിത്രം ഇവിടെ കണ്ടാൽ അറിയാം. ഈ ഇതിൽ നോക്കുക, ഇതാണ് ഇവിടെ കണ്ട ഒരു മെയിൻ ഒരു സാധനം കണ്ടോ, ദിസ് ഇസ് എ സെർവർ. അപ്പോൾ ഈ സെർവറാണ് എല്ലാ കമ്പ്യൂട്ടറിനെയും കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരൊറ്റ സെർവർ ഇല്ല, ഇത് പരസ്പരം എല്ലാ കമ്പ്യൂട്ടറുകളും എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് ഇവിടുന്ന് ഡാറ്റ വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം, ഇവർക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഇത് ഒരു ഹോം ബേസ്ഡ് ആണ്. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. സെർവർ ക്ലയൻറ്റ് നെറ്റ്വർക്ക് ആകുമ്പോൾ ഇവർക്ക് ഡാറ്റ ഇവിടുന്ന് മാത്രമേ കിട്ടുകയുള്ളൂ, ഇവിടുന്ന് ഇങ്ങോട്ട് വരികയുള്ളൂ, ഇവിടുന്ന് ഇങ്ങോട്ടും പോവുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഇവിടുന്ന് പ്രിൻ്റ് റിക്വയർമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർവറാണ് എന്ത് ചെയ്യുക, പ്രിൻറ്റിന് ഡയറക്ഷൻ കൊടുക്കുക. ഓക്കെ, മറ്റേത് അങ്ങനെയല്ല, ഇത് എല്ലാം കണക്റ്റഡ് ആണ്. P2P ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് വയേർഡ് എത്തർനെറ്റ് നെറ്റ്വർക്ക്, വയർലെസ് എത്തർനെറ്റ് നെറ്റ്വർക്ക് ആൻഡ് പവർ ലൈൻ നെറ്റ്വർക്ക്. എന്താണ് ഈ വയേർഡ് എത്തർനെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മളെ വീട്ടിൽ തന്നെയാണ്. നമ്മളെ വീട്ടിൽ ഒരു 5 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 3 കമ്പ്യൂട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, വയർ ഡിവൈസസ് ഉപയോഗിച്ചിട്ട് കേബിൾസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതാണ് എന്ത്, വയേർഡ് എത്തർനെറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോമൺ ഹോം നെറ്റ്വർക്ക് ഈസ് എ എത്തർനെറ്റ്. ഇറ്റ് ഈസ് വെരി പോപ്പുലർ ലാൻ local area network technology due to its inexpensive setup cost and speed. In a Ethernet network, wires and cables run from one computer to
അതർ. അതായത് ഒരു കമ്പ്യൂട്ടറിന് മറ്റൊരു കമ്പ്യൂട്ടറിന് വയറായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ വീട്ടിലൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വയർഡ് എത്തർനെറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എത്തർനെറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എംബെഡഡ് ഇൻ എ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഡിവൈസസ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ബിൽഡിംഗ് എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. The local area network is a computer network that interconnect a group of computers and share the information through cables and wire. ഇവിടെ നോക്കേണ്ട നമ്മളെ ശ്രദ്ധയിലുണ്ട് കേബിൾസും വയേഴ്സും, കേബിൾ ഓർ വയേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു വീട്ടിനുള്ളിൽ 2-3 കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യുന്നതിനാണ് വയർഡ് എത്തർനെറ്റ് നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പോൾ വയർലെസ് എന്തായിരിക്കും? വയറല്ലാത്ത രീതിയിൽ നമ്മൾ 2 കൂടുതൽ കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യുന്നതാണ്. ഉദാഹരണം നമ്മൾ ഡി-ലിങ്ക്, അതുപോലെ വൈഫൈ ഒക്കെ ഇതിലേക്ക് എക്സാമ്പിളുകളാണ്. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാവാം, ഇത് ഇൻ്റർനെറ്റ് ആണ്. ഈ ഇൻ്റർനെറ്റ് ഇവിടെ എത്തർനെറ്റ് സ്വിച്ച് ആണല്ലേ, ഈ സ്വിച്ച് ഇതെല്ലാത്തിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് വയർഡ് ടെക്നോളജി. നമുക്ക് എത്തർനെറ്റ് ടെക്നോളജി മെയിൻലി വർക്ക്സ് വിത്ത് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ദാറ്റ് കണക്ട് ഡിവൈസ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 10 കിലോമീറ്റേഴ്സ്. ദി എത്തർനെറ്റ് സപ്പോർട്ട് 10 Mbps, അതായത് മെഗാബൈറ്റ്സ് പെർ സെക്കൻഡ്സ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഫാസ്റ്റ് ട്രാൻസ്ഫറിങ് ഓഫ് ഡാറ്റ, ലെസ് എക്സ്പെൻസീവ് ടു ഇൻസ്റ്റാൾ ദാൻ വയർലെസ്. വയർലെസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും എക്സ്പെൻസീവ് അല്ല എന്നാണ് പറയുന്നത്. പിന്നെ വയർഡ് കണക്ഷൻ ഓൾസോ ഡോണ്ട് ഹാവ് ദ സെക്യൂരിറ്റി ഇഷ്യൂ ദാറ്റ് വയർലെസ് നെറ്റ്വർക്ക് ഹാവ്. അതായത് വയർലെസ് നെറ്റ്വർക്കിന് ഉണ്ടാകുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ് വയർഡ് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്നു. യൂസേഴ്സ് ആർ നോട്ട് റിക്വയർഡ് ടു പർച്ചേസ് എനി എക്സ്ട്രാ ഹാർഡ്വെയർ. ഒരു എക്സ്ട്രാ ഹാർഡ്വെയർ ഒരിക്കലും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്തർനെറ്റ് കേബിൾസ്, ഹബ്സ്, സ്വിച്ച് ആർ എക്സ്ട്രീംലി റിയലബിൾ ആണ്, വിശ്വസനീയമാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ വയർലെസ് എത്തർനെറ്റ് നെറ്റ്വർക്ക്സ് ആണ്. നമുക്കിവിടെ കാണാം വൈഫൈ കണ്ടിട്ടായിരിക്കാം, ഡി-ലിങ്ക്സ് കാണാം. ഇത് നമ്മൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ആക്കാം. ഇതൊരു വീടിൻ്റെ ഉള്ളിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ വയർലെസ് എത്തർനെറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ വയർലെസ് നെറ്റ്വർക്ക് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഓർ ഹോം. വീടിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വൈഫൈ നെറ്റ്വർക്ക്. പരീക്ഷയ്ക്ക് വാട്ട് യു മീൻ ബൈ അല്ലെങ്കിൽ വൈഫൈ നെറ്റ്വർക്ക് ഈസ് ഓൾസോ നോൺ ആസ് വയർലെസ് എത്തർനെറ്റ് നെറ്റ്വർക്ക്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ പോപ്പുലർ counterpart to the wired Ethernet. It uses high frequency radio waves to communicate and transmit data. ഇത് വയർലെസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സുകളാണ്. എന്നാൽ കേബിൾ ഫ്രീ നെറ്റ്വർക്കാണ് അതിൻ്റെ പ്രത്യേകത. ഫ്രീഡം ആൻഡ് മൊബിലിറ്റി ടു വർക്ക് എനിവർ ഇൻ ദ ഹൗസ്. വീടിൻ്റെ എവിടേക്ക് നമുക്ക് പോയിരിക്കാം, അവിടേക്കൊന്നും നമുക്ക് വയർ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈസി ടു ഇൻസ്റ്റാൾ, വളരെ ഈസിയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. നമ്മൾ പറയുന്നത് പവർ ലിങ്ക് നെറ്റ്വർക്ക്. പവർ ലിങ്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന P2Pൻ്റെ 3 ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. Power link networks use the wires that already exist inside the walls to connect computers in the network. ഇതൊരു വയർഡ് എത്തർനെറ്റ് തന്നെയാണ്. പക്ഷെ ഇതെന്തായിരിക്കും, നമ്മളിപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ 4 റൂമോ 3 റൂം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ കേബിൾ ഇങ്ങനെ വലിച്ചതായിരിക്കില്ല, നമ്മൾ സാധാ വയറിങ് പോലെ ഈ സാധനം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് പ്ലഗ് പോയിന്റ് ഉണ്ടായിരിക്കും, അവിടെ കേബിൾ കണക്ട് ചെയ്യാം. അത്ര മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. In a power link network, any already installed electrical outlet can be used for the network connection. Okay, നമ്മൾ ഓൾറെഡി ആ പിന്നെ പോർട്ട് നമ്മുടെ റൂമിൽ വയറിങ്ങുകാർ സാധാ വയറിങ് ചെയ്യുന്ന പോലെ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും, അവിടെ ജസ്റ്റ് നമുക്ക് പിന്നെ കണക്ട് ചെയ്താൽ മതി. ഇനി പവർ ലൈൻ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് യുവർ ഹോം നെറ്റ്വർക്ക് ബൈ യൂസിങ് യുവർ ഹോംസ് ഇലക്ട്രിക്കൽ വയറിംഗ് ഇൻസ്റ്റെഡ് ഓഫ് എൻ എത്തർനെറ്റ് കേബിൾ. This makes a power line great way to get a high quality connection to distant parts of your house, which can also relieve stress on your Wi-Fi network. വൈഫൈ നെറ്റ്വർക്ക് ആകുമ്പോൾ നമ്മൾക്ക് ആ വൈഫൈ ബോക്സ് എടുത്തു കൊണ്ടുപോയാൽ മതി, ഡോഗിൾ എടുത്ത് കൊണ്ടുപോയാൽ മതി. പക്ഷേ ഇവിടെ ആ പ്രശ്നമില്ല, നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കേബിൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ടതാണ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് സെർവർ കാണാൻ പറ്റും. ഈ സെർവറിന് ഇൻ്റർനെറ്റാണ് ഈ മറ്റു കമ്പ്യൂട്ടറുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മെയിൻ കമ്പ്യൂട്ടറുകളും ഇത് സബ് കമ്പ്യൂട്ടറുകളാണ്. ഇവിടെ ഒരു ഹബ്ബോ അല്ലെങ്കിൽ സ്വിച്ചോ ഉണ്ടായിരിക്കും. സ്വിച്ച് മുഖേന ഈ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യും. ഈ കമ്പ്യൂട്ടർ
നമ്മുടെ സെർവറിനായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിൻ ആണ്. ഇതാണ് കൺട്രോളർ സെൻട്രൽ ഉപയോഗിക്കുന്നത്. ഇവരെ കീഴിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ക്ലയൻറ്റ് എന്ന് വിളിക്കുന്നു. നോക്കാം, എ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് ഈസ് വേർ ഓൾ റിസോഴ്സസ് ആർ സ്റ്റോർഡ് ഇൻ എ സെൻട്രലി ഓൺ ദ സെർവർ ആർ ആക്സസ്ഡ് ബൈ ദി ക്ലയൻറ്റ് സ്റ്റേഷൻ. ഇതിലായിരിക്കും എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യുക. ആ ഡാറ്റ ഇവരാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുക, അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എടുക്കുക. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇൻക്രീസ്ഡ് സെക്യൂരിറ്റീസ് ആസ് ഈച്ച് യൂസർ നീഡ്സ് ടു ലോഗിൻ. ഓരോ ആളുകളും കമ്പ്യൂട്ടറിൽ നിന്ന് നെറ്റ് കിട്ടില്ല. ഇവിടെ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിക്കുമ്പോഴാണ് ഇവർ നമുക്ക് നെറ്റ് തരികയുള്ളൂ. ഓക്കെ, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്സസ് ആർ അവൈലബിൾ. ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ ക്ലയൻറ്റിനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ആൾക്ക് പ്രിൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ജസ്റ്റ് ബിൽ എൻട്രി ആണെങ്കിൽ ഇയാൾക്ക് ഈ സെർവർ എന്ത് എനേബിൾഡ് ആക്കില്ല, പ്രിൻറ്റിങ് എനേബിൾ. പക്ഷേ ഇയാൾ പ്രിൻ്റ് എടുക്കുന്നതാണ് ഇവിടെ എനേബിൾഡ്. അപ്പോൾ ഇയാൾ പ്രിൻ്റ് എന്ന് കൊടുക്കുമ്പോൾ ആ കമൻറ്റ് കൊടുക്കൽ സെർവർ ആയിരിക്കും. മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറയുന്നത്? ഓക്കെ, ആൻഡ് പിന്നെ പറയുന്ന യൂസേഴ്സ് ക്യാൻ വർക്ക് ഓൺ ദ സെയിം ഡോക്യുമെൻറ്റ് ആസ് ദ സെയിം ടൈം. ഫ്ലെക്സിബിൾ യൂസേഴ്സ് ഓഫ് സ്റ്റേഷൻ യു ക്യാൻ ലോഗ് ഇൻ ഓൺ number of the clients and access your files. Backup copies are completed centrally. നമ്മൾ ബാക്കപ്പ് കോപ്പീസ് ഒക്കെ സെൻട്രലി സെർവർക്ക് ആവും പോകുക. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ് തന്നെ, ഇത് ഫയൽ സെർവർ ഈസ് ഡൗൺ, ദർ ഈസ് നോ ആക്സസ് ടു ഡാറ്റ. ഇഫ് ഇതിനെന്തെങ്കിലും സെർവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് എത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലയൻറ്റിനൊന്നും വർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ നിന്നാണ് ഡാറ്റ വരേണ്ടത്. മോർ എക്സ്പെൻസീവ് ആണ് ആസ് യു വിഷ് ടു ബൈ എ സെർവർ ആൻഡ് സെർവർ സോഫ്റ്റ്വെയർ. വളരെ ചിലവ് കൂടിയതാണ്. എക്സ്പ്ലനേഷൻ ഉണ്ട് ക്ലയൻറ്റ് ആൻഡ് സെർവർ നെറ്റ്വർക്ക്. നോക്കുക, a client server network is a medium through which a client access resources and services from a central computer. ഇവിടെ ഒരുപാട് ക്ലയൻറ്റ് കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരിക്കും. ആ കമ്പ്യൂട്ടർ എന്തിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സെൻട്രൽ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് റിസോഴ്സസും സർവീസസും ലഭ്യമാകുന്നത് ഐദർ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മുഖേനയായിരിക്കും ഇവരെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഓർ എ വൈഡ് ഏരിയ നെറ്റ്വർക്ക് സച്ച് ആസ് എ ഇൻ്റർനെറ്റ്. വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ സെർവർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് റിസൾട്ട് കിട്ടുമോ? റിസൾട്ട് കിട്ടില്ല. ഇനി നോക്കുക, ദ ഡിഫറൻസ് ഇൻ P2P ആൻഡ് ക്ലയൻറ്റ് സെർവർ മോഡൽ ഈസ് ദാറ്റ് P2P ഡസ് നോട്ട് ഹാവ് എനി ഡിവൈസസ് ഓർ കമ്പ്യൂട്ടർ ദാറ്റ് കൺട്രോൾ ദ കമ്പ്യൂട്ടേഴ്സ് ഓൺ ദ നെറ്റ്വർക്ക് കൺട്രോൾ ചെയ്യാൻ ആരും തന്നെ ഇല്ല, അല്ലേ? പരസ്പരം ഒരേ രീതിയിൽ കണക്ട് ചെയ്താണ്. ആ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും സെർവറുമാണ്, ക്ലയൻറ്റുമാണ്. വേർ ഹാസ് ക്ലയൻറ്റ് സെർവർ മോഡൽ ഹാസ് വൺ ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ വിച്ച് ഈസ് കോൾഡ് സെർവർ. എന്നാൽ ഒരു ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സെർവർ. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ഹബ് ആൻഡ് ഹബ് ഈസ് കണക്റ്റഡ് ടു സെർവർ. ഒരു 10 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 10 കമ്പ്യൂട്ടറും കേബിൾ മുഖേന ഹബിനായിട്ട് കണക്ട് ചെയ്യണം. ഹബ് നേരിട്ട് സെർവറിനായിട്ട് കണക്ട് ചെയ്തിരിക്കും. ദ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ഓവർ ദ നെറ്റ്വർക്ക് ഇൻ ഓർഡർ ടു യൂസ് ദ റിസോഴ്സസ്. A client server network involves a multiple client connecting to a single central server. Server is responsible for performing according to the request sent by its client. ക്ലയൻറ്റ് എന്ത് ഡയറക്ഷൻസ് ആണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കലാണ് സെർവറുടെ റൈറ്റ്. എക്സാമ്പിൾ പറയുന്നത്, സെർവർ ക്യാൻ ആക്ട് ആസ് എ പ്രിൻ്റർ സെർവർ. അത് പ്രിൻ്റർ സെർവറായിട്ട് വർക്ക് ചെയ്യുന്ന സെർവർ ഉണ്ടെങ്കിൽ ഇഫ് എ ക്ലയൻറ്റ് റിക്വസ്റ്റ് എ പ്രിൻറ്റ് of a document, the server will send a print command to print, it will be printed. ഓക്കെ, പ്രിൻ്റ് ആണെങ്കിൽ നമ്മൾ ഒരു ക്ലയൻറ്റിൽ നിന്ന് നേരിട്ട് പ്രിൻറ്റിൻ്റെ റിക്വസ്റ്റ് പോകുമ്പോൾ സെർവർ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് എടുത്ത് കൊടുക്കും. ആ കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ വിച്ച് വൺ സെൻട്രലൈസ്ഡ് പവർഫുൾ കമ്പ്യൂട്ടർ. ആ നെറ്റ്വർക്കിൽ ഒരു പവർഫുൾ കമ്പ്യൂട്ടർ നയിക്കുന്ന വരുന്നവരാണ് സെർവർ എന്ന് പറയുന്നു. ഈസ് എ ഹബ് ടു വിച്ച് മെനി ലെസ് പവർഫുൾ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓർ വർക്ക് സ്റ്റേഷൻ. അതിൻ്റെ താഴെ ആ സെർവറിനേക്കാളും പവർ കുറഞ്ഞ കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരെ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നു. ദ ക്ലയൻറ്റ് റൺ പ്രോഗ്രാംസ് ആൻഡ് ആക്സസ് ഡാറ്റ ദാറ്റ് ആർ സ്റ്റോർഡ് ഓൺ സെർവർ. സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാ ബേസ്ഡ് ആയിട്ടും ക്ലയൻറ്റ് വർക്ക് ചെയ്യുക. അത് 2 പ്രാവശ്യം കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.